ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംവദിക്കുന്നത് കഴിഞ്ഞ ദിവസം വയനാട് മുണ്ടക്കയത്തും പരിസരത്തുമൊക്കെ നടന്ന ദുരന്തത്തിൻ്റെ തുടർച്ചയെന്നോണം കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും സർക്കാർ അർദ്ധ സർക്കാർ സേനകളൊക്കെ അഹോരാത്രം പരിശ്രമിച്ച് പല രക്ഷാപ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ ഒരു പാലം ആവശ്യമാണ് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ വർഷങ്ങളിൽ കേരളത്തിൽ നിർമ്മിച്ചത് അടിസ്ഥാനത്തിൽ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലും അവിടെ ബെയിലി പാലം എന്നുള്ള ഒരു പാലം നിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി വലിയ രക്ഷാപ്രവർത്തനങ്ങളും വലിയ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ പാലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ബെയിലി പാലത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേന DSCയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നദാവത്ത് ആണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഡൽഹി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും 17 ട്രക്കുകളിലായാണ് പാലം നിർമ്മാണത്തിന്റെ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചത്. വലിയ ചെരിവുള്ള ദുർഘടകരമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയിലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനികാവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത്. മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ചു കൂട്ടിച്ചേർത്താണിതു നിർമ്മിക്കുന്നത്. ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത്. 1996 നവംബർ 8-നായിരുന്നു റാന്നിയിൽ സൈന്യം ബെയിലി പാലം കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ചത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിൽ ആണിത് ആദ്യമായി നിർമ്മിച്ചത്. അതിന് 30 മീറ്റർ അഥവാ 98 അടി നീളമുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 5602 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് ബെയിലി പാലം എന്ന് പേര് വരാൻ കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത്. ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ സ്റ്റാൻഡ്-പിച്ച് ചതുപ്പുകൾ എന്ന് പറയുന്ന കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിനു മുകളിലൂടെയാണ് ആദ്യമായി ഈ പാലം നിർമ്മിച്ചത്. ഈ വ്യക്തിയാണ് ഡൊണാൾഡ് ബെയ്ലി എന്ന വ്യക്തി, അഥവാ പാലം ആദ്യമായി കണ്ടെത്തിയ വ്യക്തി. ഇനി അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണങ്ങൾക്ക് ഉപയോഗത്തിനും ശേഷം ഇത് കോർപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകി. അവരാണ് പിന്നെ ഇതിന്റെ പണിക്ക് ഈ ബെയിലി പാലം നിർമ്മിച്ചു കൊണ്ടിരുന്നത്. ഇതിന്റെ നിർമ്മാണത്തിനായി US അനുമതി നൽകി. അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പാലം നിർമ്മിക്കുന്നതിനായി പിന്തുടർന്നത്. ഇനി പാലത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുന്നില്ല. സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെയധികം കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ബെയിലി പാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വാച്ചിങ്.